ബഹ്റൈനിൽ ഒരു KCF-ന്റെ പരിപാടിക്ക് ഞങ്ങൾ പോയി. അങ്ങനെ പോയി ബഹുമാനപ്പെട്ട തങ്ങൾ 2 ദിവസത്തെ പരിപാടി മാത്രം. ഞാനൊരു 4 ദിവസം കൂടി ഉണ്ടായിരുന്നു. 2 ദിവസം വന്നിന് രാത്രി പരിപാടി കൂടി പിറ്റേത് രാവിലെ കലാസ്. ബഹ്റൈനല്ലേ, ഗൾഫല്ലേ, ദുബായ് അല്ലേ, അങ്ങനത്തെ ഒരു മണ്ണാങ്കട്ടി ഓറ കൽപ്പില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടല്ലോ. ആ ഗൾഫിൽ പോയെങ്കിൽ കുറെ പൈസ ആക്കാം, കുറെ ആളുകൾ കാണാൻ വരും. അങ്ങനത്തെ ഒരു പരിപാടിയും അവരുടെ കൽപ്പിൽ അന്നും എന്നും ഇല്ല. പൈസ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ആളുകളെ ഒരു വലിയ പണക്കാരൻ വന്നപ്പോ ഓനെ ബഹുമാനിച്ചിട്ട് ഇരുത്തുക, ഒരു സാധു വന്നപ്പോ ഓനോടും അങ്ങനെ പരിപാടി എല്ലാവരും ഒരേപോലെ. ചില ആളുകൾ അങ്ങനെ വിചാരിച്ചിട്ട് പോകുന്ന ആളുണ്ട്. ഞാൻ അങ്ങനെ അങ്ങനെയാ ഇങ്ങനെയാ തീർന്നു കലാസ്. പിന്നെ വേറെ അതിനപ്പുറം താരീഫ് പറ്റതൊന്നും അല്ലാതെ അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ വലിയ വലിയ പണക്കാർക്കൊന്നും വില പിടിക്കുന്നില്ല. എന്താ പിടിക്കാത്തത്? ഓരോന്നും ആനനുസരിച്ച് തങ്ങൾ കാണുകയൊന്നും ഇല്ല. ഞാൻ ചുരുക്കുന്നു. അങ്ങനെ ബഹ്റൈനിൽ പോയപ്പോ രാത്രി ആണ് അവിടെ മദ്ഹുർ റസൂൽ പരിപാടിയാണ്. അതിൽ ബഹുമാനപ്പെട്ട തങ്ങളെ നേതൃത്വത്തിൽ ദുആയാണ്. ഞാൻ മദ്ഹുർ റസൂൽ പ്രഭാഷണവും ആണ്. അങ്ങനെ പരിപാടിക്ക് മുമ്പ് ഞങ്ങളൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഒറ്റ കാര്യം പറയാം, ഇത് എന്റെ അനുഭവത്തിൽ ഉണ്ടായ ഒരു സത്യം. അങ്ങനെ 100 കണക്കിൽ സംഭവം ഉണ്ട്. അങ്ങനെ അവിടെ എത്തിയപ്പോ ഒരു വീട്ടിലെത്തി, വെള്ളമെല്ലാം കുടിച്ചു. ഭക്ഷണത്തിന് മുമ്പ് ആ വീട്ടിലുള്ളൊരു കുട്ടി, ഒരു 4 വയസ്സുള്ളൊരു കുട്ടിയെ കേരളം വടകരയോ നാദാപുരം ഭാഗത്തുള്ളെന്ന് തോന്നുന്നു, ആ കുട്ടിനെ കൊണ്ടുവന്ന് തങ്ങളെടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഈ കുട്ടി സംസാരിക്കുന്നില്ല, മുണ്ടുന്നില്ല, സംസാര ശക്തിയിൽ സംസാരിക്കുന്നില്ല തങ്ങളെ. എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞു, സൈദി സംസാരിക്കുന്ന ടൈം ആയിട്ടുണ്ടാവൂല അല്ലേ? അങ്ങനെ പറഞ്ഞു. ഒരു നോർമൽ ആക്കിയിട്ടാ പറയും. അതിന് വലിയ സീരിയസ് ആക്കി സംസാരിക്കുന്നില്ലേ, അതിന് അങ്ങനെ ആക്കണമെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ടൈം ആയിട്ടുണ്ടാവൂല അല്ലേ? ടൈം ആയിട്ടുണ്ടാവൂല, അതിന്റെ സമയമാകുമ്പോ സംസാരിക്കും. നിങ്ങള് ബദരീങ്ങളെ വലിയ യാസീൻ ഓടിക്കും. യാസീൻ ഓതിട്ട് ആ വെള്ളത്തിലേക്ക് നിങ്ങൾ എന്നെ ഊതിയിട്ട് അത് കുടിക്കാൻ കൊടുക്കാം. നിങ്ങൾ ദ്വാരക്കി എല്ലാം ഓരോടനെ ഏൽപ്പിക്കുന്നു. തങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ ദ്വാരക്കാം, അള്ളാഹു കുട്ടിക്ക് സംസാര ശക്തി തരട്ടെ, അതിന്റെ സമയമാകുമ്പോ സംസാരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, പരിപാടിന്റെ അടുത്തേക്ക് വന്നു. ഒരു 1.5 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അങ്ങനെ വന്നു, അവിടെ മജ്‌ലിസ് തുടങ്ങി. ആ സമയത്ത് ആ വീട്ടുകാരൻ വന്നിട്ട് എന്നോട് മെല്ലെ പറഞ്ഞു, സങ്കടപ്പെട്ട ആൾ കരയാണ്. കരയുന്നത് സന്തോഷത്തിലും കരയും, മനുഷ്യൻ ബേജാറ് കൊണ്ട്. ഇയാൾ പറഞ്ഞു, സാദേ ബഹുമാനപ്പെട്ട തങ്ങൾ നേരത്തെ പറഞ്ഞ ആ കുട്ടി സംസാരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ തന്നെയാണ് ഈ സംഭവം. ഞങ്ങൾ ആ കിടാവിനെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളോട് ഞാൻ പറഞ്ഞു, അപ്പൊ തങ്ങൾ പറഞ്ഞു സമയമായിട്ടുണ്ടാവും. ഇപ്പോ മനസ്സിലാക്കണം നിങ്ങള്, ഞാൻ പറഞ്ഞു സംസാരിച്ചു എന്നല്ല. അങ്ങനെ ഒരു സംഭവത്തിലും ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു എന്ന് തെളിയിക്കാൻ ഒരു ഉമ്മ വെറ്റ മകനിക്ക് സാധ്യമല്ല. അങ്ങനെ പറഞ്ഞിട്ടേ പറയലും ഇല്ല. അപ്പൊ എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ മൂപ്പരെ നോർമലാക്കി. ഇപ്പൊ സമയമായിട്ടുണ്ടാവും, അങ്ങനെ സംസാരിച്ചല്ലേ. അങ്ങനെ ആ കുട്ടീനെ കൊണ്ടുവന്നു, ഞങ്ങളെടുത്ത് കൊണ്ടുവന്നു. ആ കുട്ടി ബഹുമാനപ്പെട്ട തങ്ങൾക്ക് സലാം പറയുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇനിയിപ്പോ നാളെ ഒരു കുട്ടീനെ കൊണ്ട് കൂറത്ത് കൊണ്ട് ഞങ്ങള് എന്നിട്ട് കൂറത്ത് സംസാരിക്കോ, അങ്ങ് തങ്ങൾ സംസാരിച്ചിട്ടില്ല എന്ന് പറയാൻ നിൽക്കണ്ട. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അത്തരം വിഷയത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില സമയത്ത് അല്ലാഹുവിന്റെ മഹത്തുക്കളെ നാവിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. ഇത് പഠിച്ചവനിക്ക് തിരിവല്ലാത്ത ദിക്ക് തിരിയാത്തോൻ ഇതിന്റെ ബാക്കിൽ കൂടിയിട്ട് നടന്നാൽ പറ്റൂലടോ.
ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അല്ലാഹുവിനിക്ക് ചില അടിമകൾ ഉണ്ട്. ആ അടിമകൾ ഒരു കാര്യം ഇങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞാൽ, ചില സന്ദർഭങ്ങളിൽ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അല്ലാഹു ആക്കി കൊടുക്കും. അതിന് വേറൊന്നും അവിടെ വേണ്ട. ബഹുമാനപ്പെട്ട ഔസുൽ ആലം ശൈഖ് മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അത് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ കോഴിയുടെ മുള്ളോട് കൂകുന്ന ജനാര കൂകിയില്ലേ, കോഴിന്റെ മുള്ളു. ഇനിയിപ്പോ ഒരു കോഴി വന്നിട്ട് ഔസുൽ ആലമിന്റെ പേര് വെച്ചിട്ട് കൂക്കട്ടെ എന്ന് പറഞ്ഞാലോ? ഞാൻ പറഞ്ഞു വരുന്നത്, ആ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിന് വലിയ അഹർ, ആ കുടുംബത്തിന്റെ വലിയ പവർ അല്ലാഹു കൊടുത്ത. നമ്മുടെ കേസി റോഡ് ജമാഅത്തിൽപ്പെട്ട ഒരു വീട്ടിൽ ഒരു പെണ്ണുങ്ങൾ വളരെ സീരിയസിലായി, ഓർമ്മയില്ല, അതിന്റെ ആളുകളെല്ലാം ഇവിടെ ഉണ്ട്. ഞാനിപ്പോ പേര് പറയുന്നില്ല. നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം. ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, സീരിയസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. തങ്ങളോട് എന്ത് പറയുമ്പോ അങ്ങനെ പറയാം. ഞാൻ പറഞ്ഞു, ഒരു കിടാവിനെ പ്രസവിക്കുന്നുകൊണ്ട് ആശുപത്രിയിൽ ഉണ്ട് പോലും അതിന്റെ തല താക്ക് വന്നിട്ടാണ്. അപ്പൊ ഒരു പിക്കാസ് എടുത്തിട്ട് എന്റെ പറഞ്ഞ അതിനെ വലിയ ആകാശഭൂമിയാക്കലില്ലാന്ന് അർത്ഥം. അങ്ങനെ പറഞ്ഞാ കുറെ ഇപ്പൊ തല താഴത്തേക്ക് വരാത്തിന് ഞാൻ എന്താക്കലും പിക്കാസ് എടുത്തിട്ട് തിരിക്കാൻ പറയുന്നു. വേറെന്തൊക്കെ പറഞ്ഞാ പറയും, അതിന് റിക്ഷന്റെ വേക്കൽ കേൾക്കാം, ഇങ്ങനെ പറയാം. എന്നിട്ട് രണ്ടാമത് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അത് സമയമാകുമ്പോ തലേക്ക് വരും. സൈദി സമയമില്ല. ഇപ്പൊ തലമീത്തല്ലുള്ളത്, ഇപ്പൊ കാല് തായല്ലുള്ളത്. കാല് മീത്തക്കായിട്ട് തല തായ ടൈമുണ്ട്. ആ ടൈം നമുക്ക് ആകും. ആ സമയം പ്രസവിക്കും. അതിന് ടെൻഷൻ ആക്കൊള്ളില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇങ്ങനെ 100 കണക്കിൽ സംഭവങ്ങൾ എനിക്ക് അനുഭവത്തിൽ ഉണ്ട്. ഞാനിതൊരാളെ ഇരുത്തി അനാവശ്യമായി എന്തെങ്കിലും സംസാരിക്കുന്നെങ്കിൽ ഈ പള്ളിയും പരിസരവും എനിക്ക് നാളെ ആഖിറത്തിൽ കേടായി സാക്ഷി നിൽക്കും. അതുകൊണ്ട് മഹത്തുക്കളായ സാദാത്യങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബം, ആ രക്തബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നെത്തുമ്പോൾ നാം അത് ഉൾക്കൊള്ളുകയും നമ്മുടെ ഈമാന്റെ രക്ഷയ്ക്ക് വേണ്ടി അഹ്ലു ബൈത്തിനോടൊപ്പം നമ്മളൊക്കെ നിൽക്കുകയും അതിലൊരു പാർട്ടിയോ ഗ്രൂപ്പോ സംഘടന എന്ന വ്യത്യാസം ഇല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലുള്ള സകല ഉലമാകളെയും സാദാത്തുക്കളെയും നാം മനസ്സിൽ ആദരിക്കുകയും കൊണ്ടാടുകയും വേണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി എന്റെ സംസാരം നിർത്തുന്നു. ഇൻഷാ അല്ലാഹ്.